നിനക്ക് കൈതന്ന റബ്ബുണ്ടല്ലോ, നിനക്ക് മാതാപിതാക്കളെ തന്ന റബ്ബുണ്ടല്ലോ, സമ്പത്ത് തന്ന റബ്ബുണ്ടല്ലോ, നിന്റെ ഉപ്പയെക്കാല് നിന്റെ ഉമ്മയെക്കാല് നിന്നെ സ്നേഹിക്കുന്ന റബ്ബുണ്ടല്ലോ. ആ റബ്ബിന് ചെയ്യാൻ പറ്റുന്ന നിന്റെ ജീവിതത്തില് അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ്. നാളത്തെ സുബഹി നമസ്കാരമാ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ നല്ല കാര്യം. നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹുവിനോട് നന്ദി ചെയ്യാനുള്ള അവസരമില്ല. ഒരു അൽഹംദുലില്ല പോലും പറയാ നിനക്ക് ഭാഗ്യമില്ല. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ് മോരെ, നാളത്തെ സുബഹിയാണ് മോരെ എന്ന് കരുതിക്കൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ ജീവിതത്തിൽ അല്ല ഏത് നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിലും നാളത്തെ സുബഹി നിസ്കരിക്കും ചെറുപ്പക്കാരാ. നാളത്തെ സുബഹി പടച്ചവൻ സ്വീകരിക്കും മോരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ 5 കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ നായകൻ മുഖ്ബിറെ സാദിഖ് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 കണ്ടീഷനാ. ഒന്ന്, കൈകെട്ടുന്നതിന് മുമ്പ് നേരെ നോക്കുമ്പോ കഅബാലയം, വലതു ഭാഗത്ത് സ്വർഗം, ഇടതു ഭാഗത്ത് നരകം, കഴുത്തിന്റെ പുറകിൽ അസ്റായിൽ കാത്തു നിൽക്കുന്നു, കാലിന്റെ അടിയിൽ നോക്കുമ്പോ സിറാത്ത് പാലം. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ച് നോക്ക്, ശരിയാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു മുഖത്തേക്ക് നമ്മുടെ ഇബാദത്തുകൾ വലിച്ചെറിയല്ലേ പടച്ചവനെ. അല്ലാഹുവേ, മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നിസ്കാരത്തെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഈ രീതിയിൽ എല്ലാ വക്തവും നിസ്കരിച്ചു 5 വക്ത് നിസ്കാരവും ഇതേ രീതിയിലൊന്ന് നിസ്കരിക്കുക. നാളെ സുബഹിയിൽ മാത്രം ഒതുക്കരുത്, ടെസ്റ്റ് ചെയ്യണം. നാളെ സുബഹി, നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സുബഹി പറ്റിയില്ലെങ്കിൽ ലോഹറിന് ടെസ്റ്റ് ചെയ്യണം. നിനക്ക് ആ ഹൗഫ് സുബഹി നിസ്കരിക്കുമ്പോഴും ശൈത്താൻ വരുന്നുണ്ടെങ്കിൽ വിചാരിക്കണം എന്റെ നമസ്കാരം ശരിയായിട്ടില്ല. ലോഹറിന് നോക്കണം. ലോഹറിന് പറ്റിയില്ലേ അസറിന് നോക്കണം. അസറിനും പറ്റിയില്ലേ, നിന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയ നീ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് നൽകും. അങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒരുപാട് അതിക്രമിച്ചു. ഇൻഷാ അല്ലാഹ് അവസാനമായിട്ട് ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, അത് അവരവരുടെ ഇഷ്ടം. പക്ഷെ ഇനി പറയണ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചാൽ നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. ഒരുപാട് സഹോദരങ്ങൾ വെളിയിൽ നിൽക്കുന്ന ദുആ ചെയ്യാൻ പോവാ, കയറി വന്ന് ആമീൻ പറഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് ആമീൻ പറയണം. അതാണ് ഏറ്റവും വലുത്. പള്ളിയുടെ വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പോവാ, ദുആയില്ലെങ്കിൽ അകത്തോട്ട് കയറിക്കുക. ഇവിടാണെങ്കിൽ പിന്നെ പിരിവൊന്നുമില്ലല്ലോ. സാധാരണ പിരിവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. നിങ്ങൾ അകത്തോട്ട് കയറി ദുആ ചെയ്യാൻ പോവാ. അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണം. അപ്പൊ ഈ പറയണ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, ഉമറേ ഒന്ന് നിൽക്കണേ ഉമറേ, ഒന്ന് നിൽക്കണേ ഉമറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമറിനെ വിളിച്ചിട്ട് പറയുന്നു, ഉമറേ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 1000 ആയത്ത് ഓതിയിട്ട് കിടന്നുറങ്ങണേ ഉമറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞേ, ഉമറേ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആനിൽ നിന്ന് 1000 ആയത്ത് ഓതിയിട്ട് ഉറങ്ങണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ അർത്ഥം പറഞ്ഞു ഓതുന്നത്, ഞാൻ ഓതുക സുബഹി ആയാലും എനിക്ക് 1000 ആയത്ത് ഓതി തീർക്കാൻ കഴിയില്ല. കാരണം എന്താ? അവരർത്ഥം പറഞ്ഞു ഓതുന്നത് കൊണ്ട്. നമ്മളാണെങ്കിൽ ഹത്തം തീർക്കും ഒറ്റ രാത്രിയാണ്. നമ്മൾ എത്രയും നാളുകൊണ്ട് ഫാത്തിഹ കേൾക്കുന്ന അർത്ഥം എന്താണെന്നറിയാം? നമുക്ക് അതിന് പോലും സമയമില്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ സുബഹി ആയാലും ഓതി തീർക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഒരു ചെറിയ സൂറത്ത് പറഞ്ഞുതരാം.
ഞാനൊരു ചെറിയ സൂറത്ത് നിനക്ക് പറഞ്ഞു തരാം, അത് നീ പഠിച്ച് നിന്റെ കുടുംബത്തെ കൊണ്ട് ഓദിപ്പിച്ചിട്ട് കറന്നുറങ്ങിയ അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്ത് ഓതിയ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ സൂറത്ത്, ഈ സൂറത്ത് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഓതി. ഇത് ഓതിയാലുള്ള പ്രയോജനം എന്താണെന്നറിയോ? അങ്ങനെയാണല്ലോ, പ്രയോജനം അറിഞ്ഞാലല്ലേ ഓതി. ഒന്നാമത്തെ പ്രയോജനം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു വാപ്പയോ സഹോദരിയോ വീട്ടിൽ പോയിട്ട് മോനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പഠിക്കടാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതാൻ പഠിപ്പിച്ച ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഖുർആനിലെ ഒരായത്ത് 6666 ആയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് കണ്ടോതാൻ പഠിപ്പിച്ച കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ പറയുന്നു, മൻ അല്ലമ വലദഹു ആയത്തൻ മിനൽ ഖുർആൻ. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച 1000 വർഷം രാവും പകലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് 1000 വർഷം രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഒരായത്ത് പഠിപ്പിച്ച. ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളെ മറ്റൊരു ഹദീസിൽ കാണാം ഒരായത്ത് പഠിപ്പിച്ച അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന് പഠിപ്പിക്കുന്ന സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ ചെറുപാവവും അല്ലാഹു പൊറുക്കും. ഒരായത്ത് പഠിപ്പിച്ചാൽ. അപ്പൊ 6666 പഠിപ്പിച്ചാൽ അപ്പൊ 660 ഈ പരിശുദ്ധ ഖുർആൻ മുഴുവൻ കാണാതെ ഇത് കണ്ടു പഠിപ്പിച്ച ഒരായത്ത് അപ്പൊ കാണാതെ പഠിപ്പിച്ചോ, അപ്പൊ കിട്ടുന്ന പ്രതിഫലം ഇത് 1. 2, ചില മക്കളെ കുറിച്ച് പറയുമ്പോ വാപ്പമാര് പറയും, എന്ത് ചെയ്യാൻ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ? ചില മക്കൾ അങ്ങനെയാണല്ലോ, തലതിരിഞ്ഞു പോയി. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുട്ടികളായി എന്ത് ചെയ്താലും നന്നാവൂല. ഈ മക്കള് കള്ളുകുടിയനാവട്ടെ, പള്ളി കയറാത്തവനാകട്ടെ, സിനിമയ്ക്ക് പോകുന്നവനാവട്ടെ, എന്നിങ്ങനെയുള്ളവൻ ഇവൻ എന്നും രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ സൂറത്തിന്റെ അർത്ഥം വായിച്ചാൽ തന്നെ അവൻ നന്നാവും. അപ്പൊ എന്ത്? മക്കള് നന്നാവും. ഒളിച്ചോടി പോകാൻ വേണ്ടി കാമുകം വന്ന് വിളിക്കുമ്പോ പറയാ, അനിയാ പോടാ, സമയം വെറുതെ, നീ ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്ന പോലെ നിൽക്കണ്ട, പൊക്കോളെ. എനിക്ക് എന്റെ വാപ്പ നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ വയ്യടാ. ഇന്നലെ വരെ പള്ളിക്കകത്ത് പോയി സുജൂദ് ചെയ്തവനാ, വീട്ടിൽ അള്ളാന്റെ മുന്നിൽ കുനിച്ച ഈ തല കൊണ്ടുപോയി വേറെ ആരുടെ മുന്നിലും കുനിക്കാൻ എനിക്ക് വയ്യ മോനെ, നീ പോടാന്ന് പറയുന്ന മക്കളെ വേണം ഈ സൂറത്ത് പഠിപ്പിച്ചാൽ മതി. മൂന്നാമത് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ മുന്നിലേക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോൾ നിന്റെ മക്കളും ബന്ധുക്കളും ആരും നിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് ഷഹാദത്ത് കരീമ പറഞ്ഞു തന്നില്ലെങ്കിലും മലക്കുകൾ വന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ചെറിയൊരു സൂറത്ത്, വലിയ സൂറത്ത് എന്നൊരു ചെറിയ സൂറത്ത്, 5 6 7 ആയത്ത് മാത്രമേ വരുള്ളൂ. ഇൻഷാ അല്ലാഹ് ഓതു, ഇൻഷാ അല്ലാഹ് ഓതു എന്നുള്ള ഒരു കൈവെക്കും. ഭൂരിഭാഗം പേര് പൊക്കിയാ പറഞ്ഞുതരാം, എനിക്ക് സ്വർഗത്തിൽ പോകണം. അള്ളാഹു ഈ പൊക്കിയവർക്കൊക്കെ മരിക്കുവോളം ഓതാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് നബിദിനത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം, കടുവാപ്പള്ളിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ ഏത് സൂറത്താണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ ലോകത്തിന്റെ നായകൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ ثم لتسألن يومئذ عن النعيم.
ഉമറേ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിന്നെയും നിന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി ഒരു പ്രാവശ്യമെങ്കിലും ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ രാത്രിയിൽ അല്ലാഹുവിന്റെ ഖുർആനിലെ 1000 ആയത്ത് ഓതിയ പ്രതിഫലം നിനക്കെഴുതുമുമറേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ചെറിയ സൂറത്ത് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് നീയും ഓതണം. നിന്റെ മക്കളെ ഉദിപ്പിക്കണം, നിന്റെ കുടുംബത്തിൽ സന്തോഷവും